അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നിന്നൊരു യാത്ര, ബസ് യാത്രയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിവിടെ നിന്നൊരു യാത്ര പോകാനാണ് പ്ലാൻ. ഇതാണ് പാലക്കാട്ടെ KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് കുറേ ഭാഗത്തോട്ട് ഒരുപാട് സ്ഥലത്തോട്ട് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമുക്ക് പക്ഷേ പോകേണ്ട വണ്ടി അതൊന്നും തപ്പി കണ്ടുപിടിക്കാം. ഈ കാണുന്നതൊക്കെ കോയമ്പത്തൂരിലോട്ട് വേണ്ടത് തമിഴ്നാടിൻ്റെ വണ്ടികളാണ്. തമിഴ്നാട് വണ്ടി നമുക്ക് പോകേണ്ട ഒരു തമിഴ്നാട് വണ്ടിക്കാണ്, പക്ഷേ ഇതല്ല വണ്ടി. ഇതിലേക്ക് ഇഷ്ടംപോലെ ബസ്സുകൾ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കോയമ്പത്തൂർക്കുള്ള വണ്ടികളാണ്. നമ്മൾ കോയമ്പത്തൂർക്കല്ല നമുക്ക് പോകേണ്ടത്. നമുക്ക് പോകാനുള്ള വണ്ടി ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. ഈ കാണുന്നതാണ് നമ്മുടെ ബസ് TN 430950 പാലക്കാട് ഊട്ടി കൂനൂർ ഡിപ്പോൻ്റെ ബസ്സാണ്. നമുക്കെന്നാൽ പതുക്കെ കയറി സീറ്റ് പിടിച്ചേക്കാം, അങ്ങനെ പണി പാടും. ഇതാണ് ബസ്, TNSTC കോയമ്പത്തൂരിൻ്റെ ബസ്സാണ്. ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്. എൻ്റെ ഇവിടെ ഒരു സീറ്റ് പിടിച്ചിട്ടുണ്ട്. തലയ്ക്ക് മേലെ സ്പീക്കറാണ്, പാട്ട് പാടി ഉറപ്പിക്കും. ഈ സീറ്റിലൂടെ ഈ സീറ്റിനൊക്കെ കാല് വയ്ക്കാൻ സ്ഥലമില്ല. ആ സീറ്റ് തന്നെ ഇരിക്കാം. ലെഗ് റൂമൊക്കെ കഷ്ടിയാണ്. ഒരു 5 മണിക്കൂർ നമുക്ക് യാത്രയാണ് ഇനി ഊട്ടിയിലെത്താൻ. അപ്പോൾ ഇതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് ഇവിടുന്ന് വാളയാർ, കോയമ്പത്തൂർ, മേട്ടുപ്പാളയം, കൂനൂർ വഴി. അപ്പം നമ്മളങ്ങനെ യാത്ര തുടങ്ങി. സമയം ഇപ്പോൾ 3:34. 3:30 അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു. 150 രൂപയാണ് ടിക്കറ്റ്. പാർട്ട്ലി ഘാട്ട് എക്സ്പ്രസ് ആണ്, കൂനൂർ ബസ്സാണ് പാലക്കാട് ഊട്ടി. നമ്മൾ എന്താ പറയുക, മണപ്പള്ളിക്കാവ് വഴി നേരെ ഹൈവേയിലേക്ക് കയറി. ഹൈവേയിലേക്ക് കയറിയപ്പോൾ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇതിൽ കൽമണ്ഡപം വഴിയാണ് ബസ്സുകൾ വരുന്നത്. കൽമണ്ഡപം വഴി കയറി വന്ന് ചന്ദനകറിലൊന്ന് കയറി ചെയ്യുന്നത്. പക്ഷേ ഇത് ഊട്ടി ബസ് നേരെ മണപ്പള്ളിക്കാവ് വഴി കയറി പോകുന്നു. വണ്ടിയിൽ വലിയ തിരക്കൊന്നുമില്ല, പകുതിയോളം കാലിയാണ് വണ്ടി. പറഞ്ഞ 150 രൂപയുടെ ടിക്കറ്റ്. ഇത് ഏകദേശം 5 മണിക്കൂർ എടുക്കും. ഇതാണ് ചന്ദ്രനഗർ. ഇവിടെ താഴെയാണ് ചന്ദ്രനഗർ വരിക. അതുവഴിയാണ് വണ്ടി ശരിക്കും വരേണ്ടിയിരുന്നത്. നല്ല പൊളിയും പൊളിക്കുന്ന കേട്ടോ. ഹൈവേയിൽ ഇത്രയും സിഗ്നലുള്ളത് കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്തോരം സിഗ്നൽ അറിയുമോ? ഇതൊക്കെ കുറേ ആടുകളെ മേയാൻ വിട്ടിരിക്കുന്നത്. പുറകിലായിട്ട് നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സും കാണാം. അങ്ങനെ കേരളത്തിലെ ഏക ടോൾ ബി ഗേറ്റ് പമ്പമ്പള്ളം ഗേറ്റിലാണിപ്പോൾ. കേരളത്തിലെ ഏക ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ യാത്രയുള്ള ഏക ഗേറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഈ കാണുന്നത് പോത്തന്നൂർ പാലക്കാട് റെയിൽവേയുടെ A ലൈനാണ്. നമ്മളിപ്പോൾ വാളയാർ എത്തി. വാളയാറിലൊരു മിൽമ പാർലറാണ്. വാളയാർ സിമെൻസിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പാണത്.
അപ്പോൾ പാലത്തിന് മുകളിൽ കൂടെ പോകുന്നതാണ് ഹൈവേ. അതങ്ങനെ ബൈപ്പാസ് റോഡിലൂടെ കണ്ടിരുന്നത്. നമ്മൾ കോയമ്പത്തൂർ ടൗണിനകത്തോട്ട് കയറി. കുറച്ചൊന്നുമല്ല, ഈ 97 കിലോമീറ്റർ കൊണ്ട് പോകേണ്ടത് നമുക്ക്. നമ്മളിപ്പോൾ ജസ്റ്റ് കോയമ്പത്തൂർ എത്തുന്നത് മലക്കര പാസ്സായി. നമ്മളങ്ങനെ ആറ്റുപാലം കഴിഞ്ഞിട്ട് വേർഡ്സ് ഉക്കടം പോയിക്കൊണ്ടിരിക്കുന്നു. ഉക്കടം സ്റ്റാൻഡിൽ കയറണം. അപ്പോൾ അങ്ങനെ ഉക്കടം കഴിഞ്ഞു നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയില്ല, പുറത്തുതന്നെ നിർത്തേ ഉള്ളൂ. നമ്മൾ ഒപ്പനക്കാര സ്ട്രീറ്റ് വഴിയാണ് പോകുന്നത്. ഒപ്പനക്കാര സ്ട്രീറ്റ് വഴി ഓടിയിട്ട് എനിക്ക് തോന്നുന്നു നേരെ മേട്ടുപാറ റോഡിലൂടെ കയറാൻ തോന്നുന്നു. ഇവിടെ ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്ത് ഈ മുകളിൽ പച്ച ഷീറ്റിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ വെയിൽ, ഈ സിഗ്നൽ കാത്തിറങ്ങുമ്പോൾ വെയിലിൻ്റെ എഫക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ നേരെ ഗുഡ് ഷെഡ് റോഡിൻ്റെ സൈഡിലെത്തി. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കോച്ചിങ് ഡിപ്പോ. നമ്മൾ നേരെ ഗുഡ് ഷെഡ് റോഡിൽ വന്ന് കയറി. ഇനിയിപ്പോൾ ഇവിടെ നേരെ പാലം കയറി എനിക്കൊന്ന് മേട്ടുപാറ റോഡിലൂടെ കയറാൻ തോന്നും. ഞാൻ പ്രതീക്ഷിച്ച റൂട്ടല്ല, ഞാൻ പ്രതീക്ഷിച്ച റൂട്ടിൽ നിന്ന് താഴെ കൂടെ ഇറങ്ങി പോകുന്നതാണ്. താഴെ കൂടെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എൻ്റെ പഴയ നഴ്സറി സ്കൂൾ കാണാമായിരുന്നു. അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷന് കോയമ്പത്തൂർ നോർത്തിലൂടെ വന്ന റെയിലിലാണ് ഞാൻ കണ്ടത്.
ഇപ്പം ഗാന്ധിപുരം സൈഡിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങാൻ തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് ഗാന്ധിപുരം സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയാണ്. സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങാൻ തോന്നി വണ്ടി. പക്ഷെ ഇവർ പാലക്കാട് നിന്ന് വിടുമ്പോൾ ഇവർ ഗാന്ധിപുരം വരുന്നതിലുള്ള കാര്യം വിളിച്ചൊന്നും പറഞ്ഞൊന്നുണ്ടാവില്ല. ജസ്റ്റ് ഉണ്ടാകുന്ന കുറച്ചും കൂടി യാത്രക്കാർ കയറി തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി എന്തെങ്കിലും സ്ട്രാറ്റജി ആയിരിക്കും. ഇതാണ് സെൻട്രൽ ബസ് സ്റ്റാൻഡ്. അതിനകത്ത് നമ്മൾ കയറിയില്ല. ഇതാണ് ഗാന്ധിപുരത്തെ സെൻട്രൽ ബസ് സ്റ്റാൻഡ്. അകത്ത് കയറുന്നില്ല കേട്ടോ വണ്ടി. ഇതാണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ്. ഇത് ബസ്സിൽ ഇറങ്ങി വരുന്ന വഴിയാണിത്. സേലത്തേക്ക് പോകുന്നൊരു സേലം ഡിവിഷൻ്റെ ബസ്സാണ് പോകുന്നത്. കേരളത്തിന് അന്യം നിന്ന് വരുന്നതാണ് കളർഫുൾ ബസ്സുകൾ. ആ ജംഗ്ഷനിലെ കടയായിരുന്നു പെരിയ ലാല കോർണർ സ്വീറ്റ്സ് കട. നല്ല അടിപൊളി തിരുനെൽവേലി ഹലുവയും സ്വീറ്റ്സും കിട്ടും ഇവിടെ. ആനന്ദാസ് ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് കോയമ്പത്തൂരിൽ. പിന്നെ കണക്ക് ശരിയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് എടുക്കണം. യെസ്, അപ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിച്ച റൂട്ട് തന്നെ. പവർ ഹൗസ് വഴി ഓടി നേരെ നോർത്തിൽ പോയി കയറും. നമ്മളിപ്പോൾ കോയമ്പത്തൂർ നോർത്തിലെത്താതെ. കോയമ്പത്തൂർ നോർത്ത് ഫ്ലൈ ഓവറാണിത്. അധികം താമസിച്ച് റെയിൽവേ ലൈൻ്റെ മുകളിൽ കൊടുക്കും. താഴെ ഉണ്ടാകുന്നതാണ് ക്രോസ് കട്ട് റോഡ് എന്ന് പറയുന്നത്. കോയമ്പത്തൂരിൻ്റെ പ്രൈം ഷോപ്പിംഗ് ഏരിയാസാണ് ഈ എന്താ പറയുക ടൂൾസ് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്ന ഏരിയാസ് പെട്ടെന്ന് ഒന്നാണിത്. ഇതാണ് റെയിൽവേ ലൈന്. ഞാൻ പണ്ട് ചെറുതായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഈ പാലം പണിതത്. അന്ന് എന്താ പറയുക കുറേ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണിത്. നമ്മളിപ്പോൾ സായിബാബ കോളനി എത്തിയെന്ന് തോന്നുന്നു. ഇപ്പോൾ കൊണാമ്പത്തൂർ കെ കെ പുത്തൂർ. കെ കെ പുത്തൂരിലാണ് ഞാൻ ജനിച്ചു വളർന്നതല്ല. അതെ, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് പാസ്സായി. ഞാനത് കയറിയില്ല വണ്ടി. എന്താണോ ഉദ്ദേശിച്ചത്? ഇതാണ് TNSTC കോയമ്പത്തൂരിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതാണ് HOD. ഇപ്പോൾ വണ്ടി ബസ് സ്റ്റാൻഡിലോട്ട് കയറിയില്ല. ബസ് സ്റ്റാൻഡ് പാസ് ചെയ്ത് നേരെ അല്ല യൂട്ടേൺ എടുക്കുക ബസ് സ്റ്റാൻഡിലോട്ട് പോകുമ്പോൾ.
അപ്പോൾ ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ്. ഞാൻ ഈ ബസ് സ്റ്റാൻഡ് ഇതിനു മുമ്പ് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. ബാക്കി കൂടെ മേട്ടുപ്പാളത്ത് നിന്ന് വരുന്ന റെയിൽവേ ലൈനാണത്. മേട്ടുപ്പാളയം മെമ്മോ ആണ് പോയത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മേട്ടുപ്പാളയം റോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു. ഇതാണ് ബസ് സ്റ്റാൻഡ്. ചെറിയ ബസ് സ്റ്റാൻഡാണ്. ഇവിടുത്തെ സിഗ്നൽ പോസ്റ്റിൽ കാണുന്ന സംഭവമാണിത്. കണ്ട പോസ്റ്റ് മൊത്തം LED ഫിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്താണോ ആസ്പെക്റ്റ്, എന്താണോ റെഡാണോ ഗ്രീനോ എന്താണെങ്കിലും ആ പോസ്റ്റ് മൊത്തം കളറിലായിരിക്കും. നമ്മൾ കോയമ്പത്തൂർ വിട്ടു. കോയമ്പത്തൂർ ടൗണിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നമ്മളിപ്പോൾ ഏകദേശം മേട്ടുപ്പാളയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ കുറച്ച് നേരം നല്ല തിരക്കായിരുന്നു, അടിപൊളി തിരക്കായിരുന്നു. 156 കിലോമീറ്റർ ഉണ്ട്. നല്ല തിരക്കാണ് ബസ്സിൽ. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി മേട്ടുപ്പാളയം എത്തി. ഇതാണ് മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡ്. ഇവിടെ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി കയറും തോന്നുന്നു, കയറുമായിരിക്കും. കാരണം ഇവിടെ നിന്നാണ് ഇനിയുള്ള ഊട്ടി ടിക്കറ്റൊക്കെ എടുക്കാൻ പോകുന്നത്. ഇവിടെ കാണുന്ന ഈ പ്ലാറ്റ്ഫോംസാണ് നമ്മുടെ വണ്ടി വരിക. ഈ എക്സിറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഊട്ടി ബസ്സുകൾ വരുന്നത്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെയൊക്കെ മണം. നമ്മൾ ജസ്റ്റ് ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറുന്നു. ഈ ഫ്രണ്ടിൽ പിങ്ക് പെയിൻറ്റിങ്ങുള്ള ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഫ്രീ ആട്ടോ. ഇവിടെ തമിഴ്നാട്ടിൽ ഇവിടെ സർക്കാർ ബസ്സുകൾക്ക് സെപ്പറേറ്റ് ബസ് സ്റ്റാൻഡ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. ഇവിടെ എല്ലാം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡുകളാണ്. സർക്കാർ ബസ്സായാലും പ്രൈവറ്റ് ബസ്സായാലും എല്ലാം ഒരേ ബസ് സ്റ്റാൻഡിലാണ് വരിക. ഇവിടെ അങ്ങനെയാണ്. ഇതാണ് ഊട്ടിക്കുള്ള ബസ്സുള്ള പ്ലാറ്റ്ഫോം. നമ്മുടെ വണ്ടി ഇവിടെ ബാക്ക് എടുത്തിടും. നല്ല തിരക്ക് കയറാണ്ട് ഇവിടുന്ന്. മേട്ടുപ്പാളയത്ത് ഊട്ടിയിലോട്ട് വൈകുന്നേരം ബസ്സുകൾ വളരെ കുറവാണ്. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ വൈകുന്നേരം വന്ന് പെട്ടുപോയിട്ടാണ്.
ശരിക്കും പാലക്കാട് നൂടിലോട്ട് 5 മണിക്കൂർ എന്ന് പറഞ്ഞത്. എന്ന് പറയുമ്പോൾ 3:30 3:40 നമ്മൾ വിട്ടത്. എന്ന് പറയുമ്പോൾ 8:40 എത്തണം. സമയം ഏകദേശം 7 മണിയാവാറായിട്ടുണ്ട്. മാങ്ങ സുണ്ടൽ, അതായത് കടല വേവിച്ചതും മാങ്ങയും തേങ്ങയും കൂടി ഇട്ടുള്ളതാണ് സാധനം. അപ്പോൾ അങ്ങനെ പുറപ്പെടുകയാണ് മേട്ടുപ്പാളയത്തുനിന്ന്. നമുക്ക് തൊട്ട് മുമ്പ് ഒരു കഷ്ടിച്ചൊരു 5 മിനിറ്റ് മുമ്പ് ഒരു ഊട്ടി ബസ് പോയായിരുന്നു. ഇനിയാണ് മലയൊക്കെ കയറേണ്ടത്. പക്ഷേ ഇരുട്ടായി തുടങ്ങി. നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല. സമയം ഇപ്പോൾ 7 മണിയുടെ അടുത്തായി. അപ്പോൾ സമയം കൃത്യമായിട്ട് പറഞ്ഞാൽ 6:53. ഇനി 51 കിലോമീറ്റർ കൂടെ നമുക്ക്. ഈ 51 കിലോമീറ്റർ ഏകദേശം 2 മണിക്കൂർ എടുക്കും. നമ്മൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഊട്ടി ചെല്ലുന്നതാണ് എനിക്ക് തോന്നുന്നത്. 2 മണിക്കൂറിന് മേലെ എടുക്കുമായിരിക്കും. ഒരു അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. ഈ പാസ് ചെക്ക് പോസ്റ്റാണ്. ഇപ്പോൾ ഊട്ടിയിലോട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ പാസ് കമ്പൽസറി ആണല്ലോ. ഈ പാസിൽ പ്രൈവറ്റ് വണ്ടികൾ കൂട്ടി കയറാൻ പറ്റില്ല. മല കയറാൻ തുടങ്ങിയപ്പോൾ ഒരു ലൈറ്റൊക്കെ ഓഫ് ചെയ്തു.
അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കെത്തിയൊക്കെ കഴിഞ്ഞു. കൂനൂർ എത്താറായിട്ടുണ്ട്. തണുപ്പ് ചെറുതായിട്ട് തുടങ്ങി. കൂനൂർ എത്താറായി. കൂനൂർ എത്തുന്നതിൻ്റെ ഇതിന് മുന്നോടിയായിട്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്തു. നമ്മൾ ഏകദേശം കൂനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തൊക്കെ എത്തി. അപ്പം നമ്മൾ ജസ്റ്റ് കൂനൂരെത്തി. ഇതാണ് കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. രാത്രി ട്രെയിനൊന്നുമില്ല. സ്റ്റേഷനിൽ എന്തൊക്കെയോ വർക്ക് നടക്കാൻ തോന്നുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് അരവങ്കാട് നിർത്തിയിട്ടെടുത്തു. വണ്ടി ഏറെക്കുറെ കാലിയായി കഴിഞ്ഞു. വളരെ കുറച്ച് യാത്രക്കാരും കൂടെ ബാക്കിയുള്ളൂ. കാര്യം മിക്കവാറും യാത്രക്കാർ കൂനൂർ ഇറങ്ങി. കൂനൂർ ഇപ്പോൾ അത് അരവങ്കാട് കുറേ പേര് ഇറങ്ങി. ഞാനും ലാസ്റ്റ് സ്റ്റോപ്പ് വരെ പോകണമെന്നിരിക്കുക. ഞാൻ ഊട്ടി ബസ്സിന് മുമ്പ് ഇറങ്ങാൻ ഇരിക്കണം. അപ്പോൾ ഞാൻ അങ്ങ് സിറ്റിയിലോട്ട് പോകുന്നില്ല, ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നില്ല. ഞാൻ തൊട്ടുമ്പോൾ ചാരിങ് ക്രോസ് സർക്കിളിനടുത്ത് ഇറങ്ങാം. ചാരിങ് ക്രോസിന് അപ്പുറത്താണ്. ഇതാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ട ബസ്. നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് അവൻ ഊട്ടി ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നില്ല, നമ്മൾ ബസ് സ്റ്റാൻഡിന് മുമ്പ് ഇറങ്ങി. നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ അക്കോമഡേഷനിലോട്ട് പോകാം. അക്കോമഡേഷനിൽ ഫുഡ് അറേഞ്ച് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മെമ്പർഷിപ്പോ വല്ലതും എടുക്കുക. അപ്പോൾ നമുക്കെന്താ പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.